ഹലോ കൂട്ടുകാരെ, എക്സ്ട്രാ ടിക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ എങ്ങനെ എല്ലാവരും ഹാപ്പി അല്ലേ? നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വൺ പീസിന്റെ 4ാമത്തെ എപ്പിസോഡാണ്. ആദ്യത്തെ 3 എപ്പിസോഡും കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണാൻ മറക്കല്ലേ. 3 എപ്പിസോഡിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് സോറോയാണ്. അതെ, റോറനോവോ സോറോ. കഴിഞ്ഞ എപ്പിസോഡിൽ ക്ലഹദോറും കൂട്ടുകാരും ചേർന്ന് അവനെ കൊലപ്പെടുത്തി ഒരു കിണറ്റിലേക്ക് എറിഞ്ഞിരുന്നു. കൂടെ കായുടെ ബിസിനസ്സുകളുടെ മേൽനോട്ടക്കാരനായിരുന്ന ക്യൂറയുടെ മൃതദേഹവും ഉണ്ടായിരുന്നു. എന്നാൽ നമ്മളെല്ലാവരും ഭയന്ന പോലെ സോറോ മരിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോഴവന് ബോധം തെളിയുമ്പോൾ ഒരു വലിയ കിണറ്റിനുള്ളിൽ അകപ്പെട്ട വിവരം അവൻ സ്വയം മനസ്സിലാക്കുന്നു. അതിനുശേഷം നമ്മൾ ഊസോപ്പിനെ കാണുമ്പോൾ അവൻ നടന്ന കാര്യങ്ങളെല്ലാം കോബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. കൂടെ ഹെൽമപ്പോയുമുണ്ട്. നടന്നതെല്ലാം കേൾക്കുമ്പോൾ ഹെൽമപ്പോയ്ക്ക് അതിലൊന്നു മാത്രം വിശ്വസിക്കാനാവുന്നില്ല. അതെന്താണെന്നോ? ഊസോപ്പ് പറയുന്നത് ക്ലഹദോർ കുറോ എന്നു പേരുള്ള ഒരു പൈറേറ്റ് ആണെന്നായിരുന്നു. പക്ഷേ കുറോ എന്ന പൈറേറ്റിനെ വർഷങ്ങൾക്ക് മുമ്പേ ഹെൽമപ്പോയുടെ അച്ഛനായ ആക്സ് ഹാൻഡ് മോർഗൻ വധിച്ചിരുന്നു. ഈ കഥയെല്ലാം എല്ലാ മറീനുകൾക്കും അറിയാം. എന്നാൽ അത് ക്ലഹദോറിന്റെ പ്ലാൻ മാത്രമായിരുന്നു. അയാൾ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വേഷം മാറി കായുടെ വീട്ടിൽ താമസിക്കുന്നു. ഇതൊക്കെ വിശ്വസിക്കാൻ ഹെൽമപ്പോയ്ക്ക് താല്പര്യമില്ലെങ്കിലും ലൂഫിയും കായയുടെ വീട്ടിലാണ് ഉള്ളത് എന്നറിയുമ്പോൾ അവരെല്ലാം ഊസോപ്പിന്റെ കൂടെ അങ്ങോട്ടേക്ക് പോകുന്നു. കാരണം ലൂഫിയെ കണ്ടുപിടിക്കാനാണല്ലോ ഇവർ ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇതേ സമയം നമ്മുടെ നാമി ലൂഫിയെ അന്വേഷിച്ച് അടുക്കളയിലേക്ക് എത്തുമ്പോൾ ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു ലൂഫി. അവൾ അവനെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവിടുത്തെ ജോലിക്കാർ അങ്ങോട്ടേക്ക് എത്തുന്നു. ഇത് മനസ്സിലാക്കുന്ന നാമി അവിടെ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നു. ആ ജോലിക്കാരുടെ സംസാരത്തിൽ നിന്ന് നാമി കുറേയേറെ സത്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതെല്ലാം അറിയുമ്പോൾ ഭയവും ഞെട്ടലും നാമിയുടെ മുഖത്ത് കാണാം. കാരണം ഇവരെല്ലാം ഒരു പൈറേറ്റ് ക്രൂ ആണെന്നും ക്ലഹദോർ അവരുടെ ക്യാപ്റ്റനാണെന്നും അവൾ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. സോറോയോട് ഇവർ ചെയ്തതെന്താണെന്നും കായക്ക് കൊടുക്കാനായി ഉണ്ടാക്കിയ വിഷം ചേർത്ത ഭക്ഷണം കഴിച്ചിട്ടാണ് ലൂഫി ബോധമില്ലാതെ കിടക്കുന്നതെന്നും അറിയുമ്പോൾ കായയും നാമിയും ഇവിടെ സുരക്ഷിതരല്ല എന്നവൾ ഉറപ്പാക്കുന്നു. അപ്പോഴാണ് അവിടേക്ക് കോബിയെയും കൂട്ടി ഊസോപ്പ് എത്തുന്നത്. കോബി ക്ലഹദോറിനോട് അവിടെയുള്ള പൈറേറ്റുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇയാൾ തന്നെയാണ് പൈറേറ്റ് എന്ന് ഊസോപ്പ് തിരുത്തുന്നു. അയാളുടെ വിരലുകളിൽ മൂർച്ചയുള്ള ബ്ലേഡുകളുണ്ടെന്ന് ഊസോപ്പ് പറയുമ്പോൾ കോബി അയാളെ പരിശോധിക്കുന്നുണ്ട്. എന്നാൽ അവിടെ സത്യം തെളിയിക്കാനായി ഊസോപ്പിന് സാധിക്കുന്നില്ല. പകരം ഊസോപ്പിന് തലയ്ക്ക് സുഖമില്ലെന്നും എപ്പോഴും ഇതുപോലെ പൈറേറ്റുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുമെന്നും ക്ലഹദോർ അവർക്ക് മുൻപിൽ സ്ഥാപിച്ചെടുക്കുന്നു. അപ്പോഴേക്കും ഇതെല്ലാം വിശ്വസിച്ച് ഹെൽമപ്പോ ലൂഫിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവിടുത്തെ ജോലിക്കാർ ലൂഫിയെ മറീനുകളെ ഏൽപ്പിക്കുന്നു. ആക്ച്വലി ലൂഫി ആ വിഷം കഴിച്ചതുകൊണ്ട് മരിച്ചുവെന്നാണ് അവിടുത്തെ ജോലിക്കാരുടെ ധാരണ. അവർ ലൂഫിയെ മറീനുകളെ ഏൽപ്പിക്കുമ്പോൾ അവൻ ഭക്ഷണവും മദ്യവും കൂടുതൽ കഴിച്ചതുകൊണ്ട് ബോധം പോയി എന്നാണ് അവർ പറയുന്നത്. ഇതെല്ലാം മുഴുവനായി വിശ്വസിക്കാനാവാത്ത നമ്മുടെ കോബി ക്ലഹദോറിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും വീടിനുള്ളിൽ ഒരു ശബ്ദം കേൾക്കുമ്പോൾ അയാൾ അവരെയെല്ലാം ഒഴിവാക്കുന്നു. ഊസോപ്പ് പറയുന്നത് ആരും തന്നെ വിശ്വസിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവിടെ നിന്നാൽ അപകടമാണെന്നറിയുന്ന ഊസോപ്പ് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. നേരത്തെ കേട്ട ശബ്ദം എന്തായിരുന്നെന്നോ? അത് നാമി അവിടുത്തെ ജോലിക്കാരിയെ കയ്യിൽ കിട്ടിയ പാത്രം ഉപയോഗിച്ച് തലക്കടിച്ച ശബ്ദമായിരുന്നു. അതിനുശേഷം കിണറ്റിനുള്ളിൽ സോറോയെ കാണുമ്പോൾ അവൻ അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു. മുകളിലേക്ക് കയറാനായി ഓരോ വഴികൾ നോക്കുമ്പോൾ അവൻ തന്റെ പഴയ കാലത്തെ ഓർമ്മകളിലേക്ക് പോവുകയാണ്. 7 വർഷങ്ങൾക്ക് മുമ്പ് ഷിമോത്സുക്കി എന്ന ഗ്രാമത്തിൽ വെച്ചായിരുന്നു നമ്മുടെ സോറോ ആയോധന കലകൾ പരിശീലിച്ചിരുന്നത്. ഒരു ഡമ്മി വാൾ വെച്ച് കുയിന എന്ന പെൺകുട്ടിയുമായി വാൾപ്പയറ്റ് നടത്തുന്ന നമ്മുടെ സോറോ ഇവിടെ തോൽക്കുന്നത് നമുക്ക് കാണാം. അവൻ നല്ല ദേഷ്യത്തിലാണ്. എന്നാൽ കുയിന ഒരു സുഹൃത്തിനെ പോലെ സോറോയോട് സംസാരിക്കുന്നു. ഇതൊന്നും തന്നെ സോറോക്ക് ഇഷ്ടപ്പെടുന്നതേയില്ല. അവന് അവളെ യഥാർത്ഥ വാളുപയോഗിച്ച് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനാണ് ഇപ്പോൾ ആഗ്രഹം. മാത്രമല്ല ഒരിക്കൽ എല്ലാവരെയും തോൽപ്പിച്ച് ഏറ്റവും മികച്ച വാൾപ്പയറ്റുകാരനാകുമെന്ന് അവൻ വിശ്വസിക്കുന്നു. അങ്ങനെ 2 പേരും കൂടി ഒരു മത്സരത്തിന് തയ്യാറെടുക്കുന്നു. അപ്പോഴും കുയിന പറയുന്നത് അവളെ തോൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ കൊല്ലാനും കൂടി ഒരുങ്ങി നിന്നേൽക്കണം എന്നായിരുന്നു. തിരിച്ച് ഇപ്പോഴത്തെ സോറോയെ കാണുമ്പോൾ അവൻ കിണറ്റിന് മുകളിലേക്ക് കയറാൻ മറ്റൊരു മാർഗം തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഊസോപ്പ് ഓടിയെത്തുന്നത് കായുടെ അടുത്തേക്കായിരുന്നു. ഊസോപ്പ് കായോട് എല്ലാ സത്യങ്ങളും പറയുന്നു. ക്ലഹദോർ ഒരു പൈറേറ്റ് ആണെന്നും അയാൾ മെരിയെ കൊന്നുകളഞ്ഞതുമെല്ലാം അവൻ പറയുമ്പോൾ കായയെ ഉപദ്രവിക്കാൻ വേണ്ടിയാണ് അവരുടെ ശ്രമമെന്ന് വിശ്വസിക്കാൻ കായയ്ക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഊസോപ്പ് അവളെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനായി ശ്രമിക്കുമ്പോൾ കായ അവന്റെ മുഖത്തടിക്കുന്നു. ഊസോപ്പിന് അത് വിഷമിച്ചെങ്കിലും കായയെ തനിച്ചാക്കി അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവൻ തയ്യാറായിരുന്നില്ല. അതിനുശേഷം നാമി ആക്രമിച്ച
ജോലിക്കാരിയെ കാണുമ്പോൾ അവർക്ക് ബോധം വന്നിട്ടുണ്ട്. നാമി എല്ലാ സത്യവും മനസ്സിലാക്കിയെന്നും അവിടെ നിന്നും രക്ഷപ്പെട്ടെന്നും അവർ മനസ്സിലാക്കുന്നു. ഇപ്പോൾ സമയം 12 കഴിഞ്ഞു. കായക്ക് 18 വയസ്സായി. അവൾ പ്രായപൂർത്തിയാകാൻ വേണ്ടി ഇത്രയും നാൾ കാത്തിരുന്ന ക്ലഹദോറിന്റെ ലക്ഷ്യം കായയെ കൊന്ന് ഈ സ്വത്തെല്ലാം സ്വന്തമാക്കാനായിരുന്നു. അയാൾ അതിനായി തയ്യാറെടുക്കുന്നു. പുറത്തേക്കുള്ള എല്ലാ വഴിയും അടക്കാൻ ആ വീട്ടിൽ സെക്യൂരിറ്റി ഷട്ടറുകൾ ഉണ്ടായിരുന്നു. പണ്ട് പൈറേറ്റുകൾ അകത്തു കയറാതിരിക്കാനായി കായയുടെ മാതാപിതാക്കൾ നിർമ്മിച്ചതായിരുന്നു അവയെല്ലാം. ഇന്ന് കായ അവിടെ നിന്ന് രക്ഷപ്പെടാതിരിക്കാനായി ജോലിക്കാരുടെ വേഷത്തിലുണ്ടായിരുന്ന പൈറേറ്റുകൾ അതുപയോഗിച്ചു. ഇതെല്ലാം കാണുമ്പോൾ കായയുടെ മുഖത്ത് ഭയം വരുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ നാമി വരുന്നു. ഒരിടത്ത് കായയെ കൊല്ലാനായി ക്ലഹദോറും കൂട്ടുകാരും തയ്യാറെടുക്കുമ്പോൾ മറ്റൊരിടത്ത് നാമി കായയോട് എല്ലാ സത്യങ്ങളും പറയുന്നു. ആക്ച്വലി കായെ ഒരു രോഗിയാക്കിയതും ക്ലഹദോറായിരുന്നു. അവൻ എപ്പോഴും മരുന്നാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ബ്ലൂ കളറിലെ ടീ ആയിരുന്നു അവളെ രോഗിയാക്കി കൊണ്ടിരുന്നത്. ഇതൊന്നും കായ ആദ്യം വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിലും കുറച്ചൊന്ന് ചിന്തിക്കുമ്പോൾ കായ നാമി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഇവർക്ക് 3 പേർക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടാനായി ഒരേ ഒരു വഴി മാത്രമേയുള്ളൂ. ക്ലഹദോറും കൂട്ടുകാരും അടച്ച സെക്യൂരിറ്റി ഷട്ടറുകൾ തുറക്കാനായി മറ്റൊരു ക്രാക്ക് കൂടിയുണ്ട്. അത് കായയുടെ മാതാപിതാക്കളുടെ മുറിയിലാണ്. സോ അവൾ അവരെയും കൂട്ടി അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോഴും ക്ലഹദോർ കായയെ തിരഞ്ഞ് അവിടെയെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. കായയുടെ അസുഖം കാരണം അവൾ ചുമക്കുമ്പോൾ ആ ശബ്ദം കേൾക്കുന്ന ക്ലഹദോർ അവൾക്ക് മുൻപിൽ ഇത്രയും കാലം ഒളിച്ചു വെച്ചിരുന്ന മുഖം മൂടി അഴിച്ചു മാറ്റി പൈറേറ്റായ കുറോയായി അവളെ ആക്രമിക്കുന്നു. അവൻ തന്റെ കയ്യിലെ ബ്ലേഡ് ഉപയോഗിച്ച് ശക്തമായി കുത്തുന്നുണ്ടെങ്കിലും തലനാരിഴയ്ക്ക് അവൾ രക്ഷപ്പെട്ടു മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഇതേ സമയം ദീർഘനേരത്തെ പരിശ്രമത്തിനൊടുവിൽ കിണറ്റിന് മുകളിലേക്ക് കയറുകയായിരുന്നു സോറോ. അപ്പോഴും അവന്റെ മനസ്സിലുണ്ടായിരുന്നത് അന്ന് കുയിനയോട് വാൾപയറ്റ് നടത്തിയ കൊച്ചു സോറോയുടെ മുഖമായിരുന്നു. രണ്ടുപേരും അന്ന് തകർത്ത് ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും സോറോയുടെ പോരായ്മകൾ കുയിന അപ്പോഴും എടുത്തു പറയുന്നുണ്ട്. അതൊന്നും ഇഷ്ടപ്പെടാത്ത സോറോ തന്റെ 2 വാളുകളുമായി കുയിനയുടെ നേർക്ക് പാഞ്ഞു വരുമ്പോൾ തന്റെ ഒരൊറ്റ വാൾ കൊണ്ട് കുയിന അവനെ നിലം പരിശാക്കുന്നു. ആ നിമിഷം ഇതോർക്കുന്ന നമ്മുടെ കിണറ്റിലുള്ള സോറോ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ നേരെ താഴേക്ക് നിലം പതിക്കുന്നു. എന്നാൽ വാൾപയറ്റിൽ കുയിനയോട് തോറ്റ് നിലത്ത് കിടക്കുന്ന സോറോയെ വധിക്കാനായി അവൾ തയ്യാറല്ലായിരുന്നു. തോറ്റത് ഒരു മാനക്കേടായി കാണുന്ന സോറോ അവനെ കൊല്ലാനായി ആവശ്യപ്പെടുന്നു. വാളേന്താനുള്ള അർഹത അവനില്ല എന്ന് സോറോ സ്വയം കുറ്റപ്പെടുത്തുകയായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ കുയിന അവനെ മോട്ടിവേറ്റ് ചെയ്ത് സംസാരിക്കുന്നു. സോറോയ്ക്ക് ഇപ്പോഴുള്ളതിൽ നിന്ന് മാറ്റങ്ങൾ വരും. ഒരു മികച്ച വാൾപയറ്റുകാരനാകാനും അവളെ തോൽപ്പിക്കാനും സാധിക്കും. മാത്രമല്ല കുയിന ഇപ്പോൾ ഒരു പെൺകുട്ടിയാണ്. ഒരു പെൺകുട്ടിക്ക് ആൺകുട്ടിയെ തോൽപ്പിക്കാനാകും. എന്നാൽ ഏതൊരു സ്ത്രീ വിചാരിച്ചാലും പുരുഷന്മാരെ തോൽപ്പിക്കാനാവില്ല എന്നതായിരുന്നു അവളുടെ ചിന്ത. അവളെ അത് ഒത്തിരി വിഷമിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ആ കൊച്ചു സോറോ അവൾക്ക് ആത്മവിശ്വാസം കൊടുത്ത് അവളുടെ കൂടെ ഫൈറ്റ് ചെയ്ത് എന്നും കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പു കൊടുക്കുന്നു. മാത്രമല്ല അവരിൽ ഒരാളായിരിക്കും എക്കാലത്തെയും മികച്ച വാൾപയറ്റുകാരെന്ന് അവർ പരസ്പരം പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങനെ അന്നവർ മികച്ച 2 സുഹൃത്തുക്കളായി മാറി. അതിനുശേഷം നമ്മൾ കാണുന്നത് തല്ലി പിടിച്ചുകൊണ്ട് നടക്കുന്ന കോബിയെയും ഹെൽമപ്പോയുമാണ്. ക്ലഹദോറിന്റെ കാര്യത്തിൽ കോബിക്ക് ഇപ്പോഴും സംശയമുണ്ട്. എന്നാൽ ഹെൽമപ്പോയാണെങ്കിൽ കോബിയോടുള്ള അസൂയ മനസ്സിൽ നിറച്ചുകൊണ്ടാണ് അവനോട് സംസാരിക്കുന്നത്. ഇതിനിടയിൽ ലൂഫിക്ക് ബോധം തെളിയുമ്പോൾ അവൻ നേരത്തെ കഴിച്ച വിഷം ചേർത്ത ഭക്ഷണമെല്ലാം ഹെൽമപ്പോയുടെ ദേഹത്തേക്ക് ഛർദ്ദിക്കുന്നു. ഹെൽമപ്പോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും ലൂഫിക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. ഇതേ സമയം കായയും നാമിയും ഊസോപ്പും കായയുടെ പാരൻസിന്റെ മുറിയിൽ സേഫായി എത്തിയിട്ടുണ്ട്. എന്നാലും ഒരു ചെറിയ മുറിപ്പാട് കായയുടെ കയ്യിൽ വരുത്താനായി ക്ലഹദോറിന് സാധിച്ചിരുന്നു. ഈ സംഭവങ്ങളെല്ലാം കായെ വളരെയധികം വിഷമിപ്പിക്കുന്നു. കാരണം അവർക്ക് ക്ലഹദോറിനെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. എന്നാൽ ഇപ്പോൾ രക്ഷപ്പെടേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് തന്നെ അവർ 3 പേരും ചേർന്ന് ആ സെക്യൂരിറ്റി ഷട്ടറുകൾ തുറക്കാനായി ശ്രമിക്കുന്നുണ്ട്. കുറെ വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടന്നിരുന്നത് കൊണ്ട് അവർക്ക് ആ ജോലി പ്രയാസമേറിയതായിരിക്കും. എന്തായാലും നമ്മുടെ സോറോ ഇപ്പോഴും ആ കിണറ്റിനുള്ളിൽ തോൽവി സമ്മതിക്കാതെ ശ്രമം തുടരുകയാണ്. അപ്പോഴാണ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമം നിറഞ്ഞ നിമിഷത്തിലേക്ക് അവൻ തിരിഞ്ഞു നോക്കുന്നത്. ഒരു ദിവസം പതിവ് പോലെ കുയിനയെ കാത്തിരുന്ന സോറോയെ തേടിയെത്തിയത് അവനെ വിഷമിപ്പിക്കുന്ന വാർത്തയായിരുന്നു. ഒരപകടത്തിൽ അവന് ഏറ്റവും പ്രിയപ്പെട്ട കുയിന ഇല്ലാതായിരിക്കുന്നു. ആ നിമിഷം അവളുടെ സന്തത സഹചാരിയായിരുന്ന ആ വെളുത്തവൾ ഗുരുവിനോട് ചോദിച്ചു വാങ്ങി സോറോ അവന്റെ വാക്ക് വീണ്ടും ആവർത്തിച്ചു. ഞങ്ങളിൽ ഒരാളായിരിക്കും ലോകത്തിലെ മികച്ച വാൾപയറ്റുകാരൻ. കുയിന ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാതെ മടങ്ങിയതിനാൽ അവളുടെ വാൾ ഒരു നിധി പോലെ കണ്ട് സോറോ അവന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ആ കാര്യങ്ങളെല്ലാം ഇപ്പോഴോർക്കുന്ന സോറോയ്ക്ക് ഒരു ബാഹ്യമായ ശക്തി കിട്ടുകയും
അവൻ ആ കിണറ്റിനുള്ളിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ ലൂഫിയാണെങ്കിൽ വിഷമെല്ലാം ഛർദ്ദിച്ച് ഒന്ന് സ്റ്റേബിൾ ആകുമ്പോൾ കായ അപകടത്തിലാണെന്നും രക്ഷിക്കാൻ പോയേ പറ്റൂ എന്നും കോബിയോട് ആവശ്യപ്പെടുന്നു. പക്ഷേ ലൂഫിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ട് ലൂഫി പറയുന്നത് പോലെ സമ്മതിച്ചു കൊടുക്കാൻ ഹെൽമെപ്പോ തയ്യാറായിരുന്നില്ല. ഹെൽമെപ്പോ ലൂഫിയെ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ സോറോ വരുന്നത്. കോബിയുടെ കൂടെ ഉണ്ടായിരുന്ന 2 മറീനുകളെ സോറോ അടിച്ചിടുന്നു. പോരാത്തതിന് ഹെൽമെപ്പോയെ കളിയാക്കിക്കൊണ്ട് തലക്കിട്ടൊരു ഇടി വെച്ച് കൊടുക്കുന്നുമുണ്ട്. കാര്യം സോറോ വഴിയറിയാതെ ഇവിടെ എത്തിപ്പെട്ടതാണെങ്കിലും ലൂഫി വളരെയധികം ആശ്വസിക്കുന്നുണ്ട്. എന്നാൽ അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ ഒരു മറീൻ എന്ന നിലയിൽ കോബി അവരെ തടയുന്നു. കോബി ഒരു നല്ല മനസ്സിനുടമയാണെന്നറിയുന്ന ലൂഫിക്ക് അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു. അങ്ങനെ കോബിയുടെ സമ്മതത്തോടുകൂടി ലൂഫിയും സോറോയും കായയെ രക്ഷിക്കാനായി പോകുന്നു. അപ്പോഴേക്കും കായയും കൂട്ടരുമുള്ള മുറിയിലേക്ക് ക്ലഹദോർ എത്തിയിരുന്നു. അയാൾ കായയെ കുറ്റപ്പെടുത്തിയും കളിയാക്കിയും ദേഷ്യത്തോടെ അവിടെയുള്ള എല്ലാ സാധനങ്ങളിലും അയാളുടെ കയ്യിലെ ബ്ലേഡ് ഉപയോഗിച്ച് കുത്തിക്കൊണ്ടേയിരുന്നു. ഇതെല്ലാം കണ്ട് പേടിച്ച അവർ 3 പേരും അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. അയാൾ ആ മുറിയിൽ എല്ലായിടത്തും അവരെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വീടിനകത്തേക്ക് കയറാൻ ലൂഫിക്കും സോറോയ്ക്കും സാധിച്ചു. എന്നാൽ ക്ലഹദോറിന്റെ വാക്കുകൾ കേട്ട് അധിക നേരം പിടിച്ചു നിൽക്കാൻ കായയ്ക്കായില്ല. കായയും നാമിയും ചേർന്ന് പുറത്തേക്ക് വന്ന് അയാളെ എതിരിടാൻ ശ്രമിക്കുമ്പോൾ ക്ലഹദോർ അയാളുടെ കഴിവുപയോഗിച്ച് അതിവേഗത്തിൽ അവരെ പിന്നിൽ നിന്ന് ആക്രമിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഊസോപ്പ് അവരെ രക്ഷിക്കാനായൊരു ശ്രമം നടത്തിയെങ്കിലും അവൻ അവിടെ പരാജയപ്പെട്ടു. ഇതേസമയം സോറോയും മറ്റു 2 പൈറേറ്റുകളും ചേർന്ന് ഒരടിപൊളി ഫൈറ്റ് തന്നെ നടക്കുന്നുണ്ട്. അപ്പോഴേക്കും കായയെ കൊല്ലാനായി തുനിയുന്ന ക്ലഹദോറിനെ തടഞ്ഞുകൊണ്ടവിടേക്ക് ലൂഫി എത്തുന്നു. ആ നിമിഷം ലൂഫിയെ തകർക്കാനായി ക്ലഹദോർ തിരഞ്ഞെടുത്തത് ഒളിപ്പോരായിരുന്നു. അവന് കാറ്റിന്റെ വേഗതയായിരുന്നു. ലൂഫിയുടെ ശ്രദ്ധ മാറ്റാനായി അവൻ പൈറേറ്റ് ജീവിതത്തെപ്പറ്റിയും ചതികളെക്കുറിച്ചുമെല്ലാം പറയുമ്പോൾ ലൂഫിയുടെ ക്രൂവിലുള്ളവർ അവനെ ചതിക്കില്ല എന്ന് ലൂഫി ഉറപ്പിച്ചു പറയുന്നു. ക്ലഹദോർ കുറെ വർഷങ്ങളായി പൈറേറ്റ് ക്യാപ്റ്റൻ ആയിരുന്ന ആളാണ്. അയാൾ കൊന്നൊടുക്കിയ സ്വന്തം ടീമിലെ ആളുകൾക്ക് പോലും കണക്കുകളില്ല. മാത്രമല്ല മറീനുകളും പൈറേറ്റുകളും എല്ലാം ചേർന്ന ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതം അയാൾക്ക് മടുത്തു. ഇതെല്ലാം പറഞ്ഞ് ലൂഫിയെ അയാൾ ആക്രമിക്കുമ്പോൾ ലൂഫിയുടെ ദേഹത്ത് ചെറിയൊരു മുറിവ് വരുത്താൻ ക്ലഹദോറിന് സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ സോറോയുടെ ഫൈറ്റ് അപ്പുറത്ത് നടക്കുമ്പോൾ കുയിനയുടെ ആ വെളുത്ത വാൾ സ്വന്തമാക്കാൻ മറ്റു പൈറേറ്റുകൾക്കും സാധിച്ചിരുന്നു. പക്ഷേ അധിക നേരം ലൂഫിയെ കളിപ്പിക്കാൻ ക്ലഹദോറിനായില്ല. ലൂഫി അയാളുടെ മൂവ്മെന്റ് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് ക്ലഹദോറിനെ തിരിച്ചാക്രമിക്കാൻ തുടങ്ങി. അതേസമയം പ്രിയപ്പെട്ട വാൾ നഷ്ടപ്പെട്ട ദേഷ്യത്തിൽ സോറോയും ആ പൈറേറ്റുകളെ തിരിച്ചടിച്ച് അവന്റെ വാൾ സ്വന്തമാക്കി. പിന്നീട് അവിടെ സംഭവിച്ചത് ഒരു 1.5 ഫൈറ്റ് തന്നെയായിരുന്നു. ആ അടിപൊളി ഫൈറ്റിന്റെ അവസാനം ഗം ഗം ബെൽ എന്ന് പറഞ്ഞ് ലൂഫി അവന്റെ റബ്ബർ എഫക്റ്റ് തല ഉപയോഗിച്ച് ക്ലഹദോറിനെ ഇടിച്ച് തെറിപ്പിച്ചു. സോറോയുടെ കാര്യം പിന്നെ പറയേണ്ടല്ലോ. അവൻ മറ്റു 2 പൈറേറ്റുകളെ നന്നായി പെരുമാറിയതിനു ശേഷം അവരെ അവിടെ കൈയും കാലും കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒടുവിൽ അവരെല്ലാം സന്തോഷിക്കുന്നുണ്ടെങ്കിലും ഇവരിവിടെയുള്ള വിവരം മറീനുകൾക്കറിയാമല്ലോ. സോ കോബിയും മറ്റു മറീനുകളും അവരെ പിടിക്കുന്നതിന് മുൻപ് അവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അതിനായി ഒരു കപ്പൽ വേണമല്ലോ. അപ്പോഴാണ് അവരെ ഞെട്ടിച്ചുകൊണ്ട് കായ അവരാഗ്രഹിച്ച കപ്പൽ കൊടുക്കാൻ തയ്യാറാകുന്നത്. കായയുടെ ജീവൻ രക്ഷിച്ചവർക്ക് വേണ്ടി ഇത്രയെങ്കിലും അവൾ ചെയ്യേണ്ടതാണല്ലോ. ഇത് കേൾക്കുന്ന ലൂഫി നേരത്തെ തന്നെ കപ്പൽ നല്ല രീതിയിൽ കിട്ടുമെന്ന് പറഞ്ഞ് നാമിയുമായി ബെറ്റ് വെച്ച് ജയിച്ച സന്തോഷം നാമിയെ കാണിക്കുന്നു. തോറ്റ വിഷമം ചെറുതായി നാമിയുടെ മുഖത്തും കാണാം. കാരണം അവൾക്കിനി കപ്പൽ മോഷ്ടിക്കാനാവില്ലല്ലോ. അങ്ങനെ ലൂഫി ആഗ്രഹിച്ച അതിമനോഹരമായ ആ കപ്പൽ ഇനി അവർക്ക് സ്വന്തം. കപ്പലിന്റെ അടുത്തെത്തുന്ന അവരെല്ലാവരും ഈ കപ്പൽ നിർമ്മാണത്തിന്റെയെല്ലാം മേൽനോട്ടക്കാരനായിരുന്ന മെറിയെ ഓർക്കുന്നു. കാരണം മെറിയെ മാത്രം രക്ഷിക്കാൻ കഴിഞ്ഞ രാത്രി അവർക്ക് സാധിച്ചില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ കപ്പലിന് ഗോയിം മെറി എന്ന പേരാണ് ലൂഫി ഇടുന്നത്. കപ്പൽ കിട്ടിയ സന്തോഷത്തിൽ നമ്മുടെ ലൂഫി ഊസോപ്പിനെയും തന്റെ ടീമിലേക്ക് ക്ഷണിക്കുന്നു. ലൂഫിയുടെ ടീമിൽ ഒരു ഷാർപ്പ് ഷൂട്ടറിനെ ആവശ്യമുണ്ടെന്ന് അറിയിക്കുമ്പോൾ കായയെയും ഗ്രാമത്തെയും വിട്ടുപോകാനായി ഊസോപ്പിന് മനസ്സ് വരുന്നില്ല. അത് മനസ്സിലാക്കുന്ന കായ ഊസോപ്പിനെ യാത്രയാക്കാനായി പറയുന്നത് ഇതായിരുന്നു: ഇനി അവൾക്ക് സ്വന്തം കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കണം. ഈ ഷിപ്പ്യാർഡൊക്കെ അവളുടെ പാരൻസിന്റെ സ്വപ്നമായിരുന്നു. എന്നാൽ കായുടെ ആഗ്രഹം ഇനി പഠിച്ചൊരു ഡോക്ടറാകണമെന്നാണ്. ഇനി കാണുമ്പോൾ ക്യാപ്റ്റൻ ഊസോപ്പിന് യഥാർത്ഥ വീരസാഹസിക കഥകളെല്ലാം കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് കായ ഊസോപ്പിനെ കിസ് ചെയ്യുന്നു.
എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന ലൂഫിയുടെ വിഷമം ക്യാപ്റ്റൻ ലൂഫിയാണെന്ന് കായക്കറിയില്ലല്ലോ എന്നതായിരുന്നു. ഊസോപ്പിനെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചത് ലൂഫിക്ക് അത്ര പിടിച്ചിട്ടില്ല. അങ്ങനെ 3 പേരുണ്ടായിരുന്ന ലൂഫിയുടെ പൈറേറ്റ് ക്രൂവിൽ ഒരാൾ കൂടി ചേർന്ന് അവർ 4 പേരും കൂടി പുതിയൊരു യാത്ര തിരിച്ചു. അപ്പോഴും നേരായ വഴിക്ക് കപ്പൽ കിട്ടിയത് നാമിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. നല്ലവനായിരിക്കുന്നത് ഒരു ശീലമാക്കേണ്ട എന്ന് നാമി ലൂഫിയെ ഉപദേശിക്കുന്നുമുണ്ട്. ഇതേ സമയം ക്ലഹദോർ ഒരു കൊച്ചു ബോട്ടിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് നമുക്ക് കാണാം. എന്നാൽ തന്റെ ആദ്യത്തെ മിഷൻ തന്നെ തോറ്റ വിഷമത്തിലാണ് കോബിക്ക് ലൂഫിയെ പിടിച്ചുകൊണ്ടുവരാൻ സാധിച്ചില്ല എന്ന സങ്കടം ഗാർപ്പിനോടവൻ പറയുമ്പോൾ അതൊന്നും സാരമില്ല, ഇപ്പോൾ അവർ പുറത്തു വന്നതുകൊണ്ട് നമുക്കവനെ വേഗത്തിൽ പിടിക്കാനാകുമെന്നും ഗാർപ്പ് പറയുന്നു. കാരണം സിറപ്പ് ഗ്രാമം വിട്ട് പുറത്തേക്ക് വന്ന ലൂഫിയും കൂട്ടരും അടങ്ങുന്ന കപ്പൽ ഗാർപ്പിനിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊന്നും അറിയാതെ ഊസോപ്പാണെങ്കിൽ കപ്പലിൽ തൂക്കാനായി പുതിയൊരു ജോളി റോജർ ഉണ്ടാക്കി അവരെയെല്ലാം കാണിക്കുന്നു. അത് കാണുമ്പോൾ ക്യാപ്റ്റൻ ഊസോപ്പിനെ പോലെ തന്നെ കുറച്ച് കോമഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലൂഫിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ഫ്ലാഗ് എല്ലാം ലൂഫി റെഡിയാക്കിക്കോളാം, ലൂഫിയാണ് ഈ ക്രൂവിന്റെ ക്യാപ്റ്റൻ എന്നും നമ്മൾ സ്ട്രോ ഹാറ്റ് പൈറേറ്റുകളാണെന്നും അവൻ പറയുന്നു. ഇതിനെ തുടർന്ന് ഊസോപ്പിനും ലൂഫിക്കുമിടയിൽ ക്യാപ്റ്റൻ ആരാണെന്നതിനെ ചൊല്ലി വലിയ തർക്കം നടക്കുമ്പോൾ ഇതെല്ലാം കണ്ട് നാമിയും സോറോയും ചിരിക്കുന്നു. ഈ കളിയും ചിരിയുമൊക്കെയായി ഇനിയുള്ള യാത്ര വളരെ ഈസി ആയിരിക്കുമെന്ന് ലൂഫി പറയുമ്പോഴാണ് വലിയൊരു പൊട്ടിത്തെറിയുടെ ശബ്ദം കേൾക്കുന്നത്. അത് മറീനുകളായിരുന്നു. ഗാർപ്പും കൂട്ടുകാരും ചേർന്ന് ലൂഫിയുടെ കപ്പൽ തകർക്കാനായി ഷൂട്ട് ചെയ്യുമ്പോൾ ബൈനോക്കുലറിലൂടെ ഗാർപ്പിനെ കാണുന്ന ലൂഫി ഗ്രാൻഡ് പാ എന്ന് അതിശയത്തോടെ പറയുന്നു. അത് കേട്ട് അന്തം വിടുന്ന സോറോയും നാമിയും ഊസോപ്പിനെയും കാണിച്ചുകൊണ്ട് 4ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറീൻ വൈസ് അഡ്മിറലായ ഗാർപ്പ് ലൂഫിയുടെ മുത്തശ്ശനാണോ? അങ്ങനെയാണെങ്കിൽ ഗാർപ്പ് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന പൈറേറ്റ് സ്വന്തം കൊച്ചുമകനാണെന്ന് അദ്ദേഹത്തിന് അറിയാമോ? ലൂഫിയും കൂട്ടരും ഇതിൽ നിന്നെല്ലാം എങ്ങനെ രക്ഷപ്പെടുമെന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കണ്ടറിയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. കഥ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ വീണ്ടും കാണുന്നതുവരെ ബൈ.